വി ഡി സതീശൻ തേടി വന്നത് തൻ്റെ രാഷ്ട്രീയ യജമാനന്മാരെ വിവരങ്ങൾ അറിയിക്കാൻ. വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യജമാനന്മാരെ തേടിയാണ് വന്നത്. ഇല്ലെങ്കിൽ എന്തിനാണ് BJPയുടെ സീല് കീശയിലിട്ട് നടക്കുന്ന രത്തൻ കൽക്കറെ സ്വന്തം സെക്രട്ടറിയാക്കിയത്? എന്തിനാണ് കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തുന്ന ലവ് ജിഹാദ് നിയമം അല്ലെങ്കിൽ അതുപോലുള്ള നിയമങ്ങൾ കേരളത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകനെ, ഒരാളെ, അദ്ദേഹത്തെ മാത്രം തൻ്റെ സെക്രട്ടറിയാക്കി വെക്കണം? ആരെ തൃപ്തിപ്പെടുത്താനാണ്? ബംഗാളിൽ BJP അധികാരം ഏറ്റെടുത്ത സ്ഥലത്ത് പോലും വന്ദേമാതരം മുഴുവനായി ചൊല്ലിയില്ല. ആ വന്ദേമാതരം മുഴുവനായി ചൊല്ലിയത് എവിടെ? വി ഡി സതീശൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ. ഇതെല്ലാം കണ്ടിട്ട് മലയാളികൾക്കൊന്നും മനസ്സിലായില്ലെന്നാണോ വി ഡി സതീശൻ കരുതുക? ഇതെല്ലാം ഞാൻ RSS ചാരനാകുന്നതിനാണ്. RSSകാരൻ RSSൻ്റെ ചാരനാവേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ നോക്കൂ, ഒരു കാര്യം ഞാൻ പറയുന്നു, ഇനി ഏത് ഈടി വേട്ടയാടിയാലും വി ഡി സതീശൻ സവർക്കറുടെ മുമ്പിൽ കുനിഞ്ഞു നിന്നതുപോലെ, വണങ്ങി നിന്നതുപോലെ പിണറായി വിജയനും ഈ പാർട്ടി ഒരാളും സംഘപരിവാറിന് മുമ്പിൽ തലകുണിച്ച് നിൽക്കില്ല. വി ഡി സതീശൻ സവർക്കറുടെ മുമ്പിൽ തലകുണിച്ചു നിന്നതുപോലെ ഞങ്ങൾ ആരും തലകുണിച്ചു നിൽക്കില്ല, ഇനി മരിക്കേണ്ടി വന്നാലും.